ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വന്നത് ടാറ്റൻ്റെ രണ്ട് വാഹനങ്ങളാണ്. ടിയാഗോ ആണ്. ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് മാനുവലാണ് വരുന്നത്. രണ്ടും പെട്രോളാണ്. പക്ഷെ നല്ല വൃത്തി തന്നെയുള്ള വണ്ടികളാണ് രണ്ടും. ഒന്ന് ഗ്രേ കളറും ഒന്ന് വൈറ്റാണ് വരുന്നത്. സേഫ്റ്റി ഭാഗങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലെവലിൽ ഏറ്റവും സേഫ്റ്റി തരുന്നൊരു വാഹനമാണ് ടാറ്റൻ്റെ വാഹനങ്ങൾ. അപ്പോൾ ടിയാഗോ സേഫ്റ്റിൻ്റെ കേസ് നോക്കുകയെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വണ്ടി. അപ്പോൾ വണ്ടിക്ക് ഫുള്ളി ലോൺ കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയതുകൊണ്ട് മാനുവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളി ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഫാമിലിക്ക് ഏറ്റവും സേഫായിട്ട് ബഡ്ജറ്റ് ലെവലിൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് വാഹനങ്ങളാണ്. ചെറിയ പ്രൈസ് ആണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ടുള്ള ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്നൊരു ഓട്ടോമാറ്റിക്കാണ്. 2021 മോഡൽ വരുന്നത്. 4,90,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. രണ്ടാമത്തെ വരുന്ന വണ്ടി മാനുവലാണ്. 2021 തന്നെയാണ് മോഡൽ വരുന്നത്. 3,90,000 രൂപക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും. സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. വണ്ടിൻ്റെ എൻജിൻ സി സി ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ 1200 cc ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലാണെങ്കിൽ ഏകദേശം ഒരു 15 കിലോമീറ്ററും മാനുവലിലാണെങ്കിൽ ഒരു 17-18 വരെയൊക്കെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് 2021 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 23,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. XT ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. നല്ല ഗ്രേ കളറിലാണ്. KL 72 മാനന്തവാടിയാണ് വണ്ടീൻ്റെ രജിസ്ട്രേഷൻ വരുന്നത്. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വണ്ടിമല്ല. പോളിഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. ഇൻ്റർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വണ്ടിയുള്ളത്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ XT ആയതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോള്, പിന്നെ സ്റ്റീരിയോ ഒഴിവാക്കിയിട്ട് അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതിൽ റിവേഴ്സ് ക്യാമറ ഒക്കെ വരുന്നതാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. പിന്നെ 2 എയർ ബാഗൊക്കെ വരും. ABS. ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് ഉണ്ട് വണ്ടിക്ക്. വണ്ടിയുടെ ടയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിന് നോക്കുന്നുണ്ടെങ്കിൽ പുത്തൻ സ്റ്റെപ്പിനാണ്. ഏകദേശം ഒരു 90% അടുത്ത് ടയറുണ്ട്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 3,90,000 രൂപയാണ്. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 0 ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് 2021 തന്നെയാണ് മോഡൽ വരുന്നത്. ഓട്ടോമാറ്റിക്കാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. 69,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ളതാണ്. XZ ആണ്. KL 30 ചെങ്ങന്നൂരാണ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടീൻ്റെ. ഡിക്കി സ്പേസ് നമുക്ക് കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടിക്ക് മേജർ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തി തന്നെയാണ് വണ്ടി ഉള്ളത്. വണ്ടിയുടെ ഉൾഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയിൽ തന്നെയാണ് വണ്ടി നിലവിലുള്ളത്. പിന്നെ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടി അതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്ക് വരും. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോള്, പിന്നെ കമ്പനി സ്റ്റീരിയോ, ബാക്ക് വൈപ്പർ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട്. വണ്ടിയുടെ ടയർ ഭാഗമൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ പുതിയ ടയറിനാണ് വണ്ടിമേ ഉള്ളത്. പിന്നെ വണ്ടീൻ്റെ ഒറിജിനൽ വീൽ കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അലോയ് വീൽ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഡിസ്ക്കാണ് വണ്ടിമേ വരുന്നത്. ആ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,90,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4,60,000 രൂപ വരെ വണ്ടിക്ക് ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങൾ നിലവിൽ നമ്മളങ്ങനെ സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്താണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. ബാക്കി വണ്ടീൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ലെവലിൽ ഫാമിലി യൂസിനൊക്കെ പറ്റിയ രണ്ട് വാഹനങ്ങളാണ്.